വാ ബ്രോ. ഏരി ഇതൊരു ഹോസ്പിറ്റലിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. പിന്നല്ലാണ്ട് ഇടക്കിടക്ക് കോപ്സായിട്ട് സീനാകുമ്പോ ഓടിച്ചിട്ട് തല്ലിയതിനെയും വെടിവെച്ചിട്ട് എന്നൊക്കെ ഹീൽ ചെയ്യണ്ടേ. ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഇരി. ഓ അതെ, നല്ല ബെസ്റ്റ് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെ മച്ചാനെ 8th ഫെയിൽ ആണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. ആണല്ലേ? തുടങ്ങാം ഫ്രീക്ക്. ഗോഡിനെ മനസ്സിലാച്ചിരുന്നു, ഒന്നും പ്രോബ്ലം ഇല്ല. ഇതാണ് സാക്ഷാൽ പെയിൻ കില്ലർ. വലിച്ചോ, അറിയൂല. ഇപ്പൊ വേദന അത്രയ്ക്ക് വല്ല വേദനയില്ല. നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻമുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോ നീ വരും. ഇനിയൊരു ജന്മമേൻ മനസ്സിലായി ചേരുമോ, ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞതില്ലാന്നാണ്. ശരിക്കും നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മറ്റെന്തിനേക്കാൾ. എന്നിട്ട് നീ എന്താ അത് പറയാനത്? പറയാതിരുന്നത് അതുവരെ അങ്ങനെയൊന്നും തോന്നിട്ടില്ല. അന്നും നീ അത് പറഞ്ഞു പോയി കഴിഞ്ഞു ഞാൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. എന്തോ വല്ലാത്തൊരു മിസ്സിങ്. ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്താണെന്നറിയോ? എൻ്റെ ബാച്ചലർ പാർട്ടിക്ക് നിങ്ങൾക്ക് കള്ള് വാങ്ങിത്തരാൻ തീരുമാനിച്ചു. പുതുപുലരിയായി വീണ്ടും നീ നിറയും ഈരൻ കാർമുകിലുമോടും തിങ്കൾ പുതുമഴ തരും നീ സുഖം പോരൂ തിരിതാഴുമോ നേരം.
ആ മിഖായിലേട്ടാ, ഏഞ്ചലും അവന്മാരും എൻ്റെ അടുത്തുണ്ട്. ഇങ്ങോട്ട് വന്നാൽ കൊണ്ടുപോവാം. വൈ ഡിഡ് യു ഡു ദിസ്? എന്തിനായിരുന്നു ഈ ഡ്രാമ? ഏഞ്ചലിനോട് ഞാൻ ചോദിച്ചു വേറെ ഇഷ്ടമുണ്ടോന്ന്. പിന്നെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് വൈ ദിസ് ഹ്യൂമിലിയേഷൻ? ഹ്യൂമിലിയേഷനാ? ചതിച്ചത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഈ കണ്ട എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ. ഞാനോ? പെണ്ണാണോ വന്നാൽ അത് ചെയ്തിട്ട് പോണം. നിങ്ങൾ സെബാസ്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കണവരെ എനിക്കൊരു ചുക്കും ഉണ്ടായിരുന്നില്ല. കീപ് ക്വയറ്റ്. സാർ യു ഡു നോ വൺ തിങ് സാർ. എൻ്റെ വീട് അവർ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തു. ഈ സെബാസ്റ്റിൻ്റെ വീട് അവർ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്തു സാർ. തെറ്റല്ലേ സാർ? എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ. എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴി വന്നപ്പോ സാറേ, ഞാൻ കാരണമാണ് ഇവർക്കൊക്കെ പണി കിട്ടിയത്. സാറിനും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. സാറ് ഞങ്ങളെ വിടണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല സാറേ. അല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ട് തന്നെ സാറേ ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ കൊച്ചിയിൽ നിന്നൊന്ന് പുറത്തു കിടക്കണം സാർ. അതൊന്നും പറ്റില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഫോഴ്സ് മുഴുവൻ അവരുടെ കയ്യിലാണ്. സാർ എന്നാ ഹാർബർ വരെയെങ്കിലും ഒന്ന് എത്തിച്ചേരാമോ സാർ? ഗോഡ് വിൽ ഓൾവേസ് ബ്ലെസ് യു സാർ. മിഖായിലേട്ടാ, ഇരി. അവരവിടെ? സോറി മിഖായിലേട്ടാ, അത് അവരല്ലായിരുന്നു. എനിക്ക് ആള് മാറിപ്പോയതാ. ഐ എം സോറി. ഞങ്ങളുടെ ബോട്ടിന്റെ കീഴാടിരെ ഷെഡി കാണും. കാണൂന്നാ? ഒന്നിനൊരു ഉറപ്പില്ലല്ലേ? നമ്മുടെ ചാവിന്റെ കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ. നമ്മുടെ ഷെഡേ അങ്ങ് അറ്റത്താ. അറ്റത്തായിരിക്കും. ഒന്നും എളുപ്പവും പാടില്ലല്ലോ. മിണ്ടാണ്ട് വാടാ. സൈലൻസ്. എന്താടാ? അതെ, അവിടെ ആരാണ്ടൊക്കെ ഉണ്ട്. ഈ സമയത്ത് അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. ഇതെന്ത് മാങ്ങത്തോലെ തെണ്ടികൾ ഇഷ്ടപ്പെടാൻ സമ്മതിക്കൂലേ? നിങ്ങൾ വാ, നമുക്ക് എങ്ങനെ ഷെഡ് വരെ എത്തിട്ട് ആലോചിക്കാം. എനിക്ക് തീരെ വയ്യടാ. മച്ചാനെ അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചിറങ്ങുന്നത് യാതൊരു ഉറപ്പില്ല കേട്ടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ബാബായ്, വാ 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 വാ.